ഹലോ, നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വറുത്തരച്ച ഒരു മീൻ കറിയുടേതാണ്. നമുക്ക് സാധാരണ മീൻ പലതരത്തിലും നമ്മൾ വെക്കുമല്ലോ, പച്ചയായിട്ടും തേങ്ങ പച്ചക്കരച്ചും വറുത്തരച്ചും. അപ്പോൾ അതുപോലെ വറുത്തരച്ച് വെക്കുന്ന ഒരു വെറൈറ്റിയിലുള്ള ഒരു മീൻ കറിയാണിത്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലോ. അവർക്ക് ഇത് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. അതിനുശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഉലുവ, മല്ലി, കുരുമുളക് ഇവയെല്ലാം ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതിനുശേഷം വറ്റൽമുളക് ഒരു 10-12 മതിയാകും ചേർത്ത് അതും കൂടി ഒന്ന് റോസ്റ്റാക്കുക. അതൊന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ 1 കപ്പ് തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കുക. കൂടെ ഒരു 7-8 ചെറിയ ഉള്ളി. ഇത് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഒത്തിരിയും കളറ് ചേഞ്ച് ആകുന്നത് വരെ വറുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് ഒന്ന് വറുക്കുക. അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തത് ഒരു സാധാരണ ചില്ലിയാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ പിരിയൻ മുളക്, കാശ്മീരി ചില്ലി 1 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുക. പൊടിയിട്ട് കഴിഞ്ഞ് അധികം വറുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ല തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം നമ്മൾ ആ വറ്റൽമുളക് മാത്രം എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കി വറുത്തെടുത്ത തേങ്ങയും കൂടി അരച്ച് പേസ്റ്റാക്കാൻ. വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അരയാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങയെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിനുശേഷം ചട്ടിയിൽ ഈ മസാലക്കൂട്ടൊഴിച്ച് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്ന പുളിയും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പിഴിഞ്ഞ് ആ വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള അയവിൽ കലക്കി അടുപ്പത്ത് വയ്ക്കുക. ഒരു തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും കറിവേപ്പിലയിട്ട് കറിയൊന്ന് തിളപ്പിക്കുക. കറി തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിരുന്ന മീൻ, ഞാനിവിടെ ചൂരയാണ് എടുത്തിരിക്കുന്നത്, ഏത് മീനും ചേർക്കാം, കഷ്ണങ്ങൾ ചേർക്കാം. കറി നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. പോരെങ്കിൽ ആ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ച ശേഷം അടച്ചു വയ്ക്കും. വറുത്തരച്ച മീൻകറി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനോടൊപ്പമോ കപ്പയോടൊപ്പമോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.